തൃശൂർ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യ ചെയ്തത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുറിപ്പ് എഴുതിവെച്ചാണ് ആത്മഹത്യ. പോലീസിൽ പരാതി നൽകിയിട്ടും കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. കൊള്ളപ്പലിശ ഒരു ഗതിയിലാണ് പിടിച്ചിക്കാൻ വേണ്ടിയിട്ടാണ് അവരടുത്തേക്കൊക്കെ ചെലവ്. അപ്പോൾ എവിടെയില്ലാത്ത പലിശയ്ക്കായാലും ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹം കാരണമാണ് അവർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരവസരം മുതലാക്കിയിട്ട് അവർ കൊടുക്കുമ്പോൾ തന്നെ ഇയാളെ കുറിച്ച് അന്വേഷിക്കും. പ്രശ്നക്കാരനാണോ, അതല്ല ഇവനെ എത്രകൊണ്ട് പിഴിയാൻ പറ്റും, ഇവന് സ്വത്തുണ്ടോ, അതൊക്കെയാണ് അവരെ നോട്ടം. അത് എന്നിട്ട് അങ്ങനെ ചെയ്ത് പലിശയും പലിശയുള്ളതൊക്കെ ഇട്ടിട്ടാണ് ഇവരെ ഇരേനെ പിടിക്കൽ. അപ്പോൾ അതാ ഈ വീടിൻ്റെ വാതിൽ തുറന്ന് കാണുന്നത് ഇക്ക മേടിച്ച സ്ഥലമാണ്. പിന്നെ കടയിൽ വന്നിട്ടുള്ള ആക്രമം വെച്ച് കഴിഞ്ഞാൽ മിരട്ടല്, കടയിൽ കയറി നമ്മൾ കച്ചവടം ചെയ്തിട്ടുള്ള കാശടക്കം എടുത്തുകൊണ്ട് പോവുക. പിന്നെ അതേപോലെ ഈ പ്രഗ്ലേഷ് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്ക് പൈസ എത്തിയില്ല വെച്ചെങ്കിൽ വെട്ടി കൊല്ലണം പോലെയാണ്. പക്ഷെ ആരേനെങ്കിലും പോയിട്ട് അടിങ്ങാലും പിടിച്ചിട്ട് അവനെ പലിശ വെക്കണം. ആരും മരണപ്പെട്ടാലും ഇതൊന്നും ഒരു വിഷയമല്ല. ഏട്ടൻ തന്നെ മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് നിൽക്കുമ്പോൾ ഏട്ടൻ്റെ സുഹൃത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പൈസ ഈ പ്രളയത്തിന്. അപ്പോൾ തന്നെ അവരുടെ ഡയലോഗ്, എൻ്റെ മോനെ നല്ല മരിച്ചു, നീ പൈസ എത്തിക്കാൻ നോക്കടാ കണക്കാണ് ഭീഷണി. ുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നാണ് ഈ ആത്മഹത്യ നടന്നത് എന്ന് കുടുംബം വാദിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? രാഖി, എന്തായാലും നമ്മൾ കേട്ടുകഴിവില്ലാത്ത തരത്തിലുള്ള പലിശ വാങ്ങിക്കൊണ്ട്, അതായത് 20% പലിശയാണ് ഇവർ വാങ്ങിയിരുന്നത്. അത്തരത്തിൽ 12 ലക്ഷം രൂപയാണ് മുസ്തഫ, ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിയാണ് മുസ്തഫ. വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് 2 പേരിൽ നിന്ന്, പ്രഗ്ലേഷ്, വിവേക് ദാസ് എന്നീ 2 പേരിൽ നിന്ന് 6 ലക്ഷം രൂപ വീതമാണ് ഇദ്ദേഹം വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് ഇവരിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിയത്. അതും കേട്ടുകഴിവില്ലാത്ത പലിശ, 20% പലിശ നിരക്കിലാണ് ഇദ്ദേഹം പണം വാങ്ങുന്നത്. തുടർന്ന് കൃത്യമായിട്ട് പലിശയൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു. അടച്ച് 58 ലക്ഷം രൂപയോളം അടച്ചു കഴിഞ്ഞിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് മുസ്തഫ എന്ന ഒരു വ്യാപാരി ജീവനൊടുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം ഓരോ തവണയും എത്ര രൂപയാണ് ഈ പലിശക്കാർക്ക് നൽകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു. അതൊരു ആത്മഹത്യാക്കുറിപ്പിൻ്റെ രൂപേണയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ പണം വാങ്ങി അത് തിരിച്ച് വാങ്ങുന്നതിനൊപ്പം തന്നെ അതായത് മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള 4 സെന്റ് സ്ഥലം കൂടെ ഈ പ്രഗ്ലേഷ് എന്ന് പറയുന്ന ആൾ കൈക്കലാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പണം പലിശക്കെടുക്കുന്നു, വ്യാപാര ആവശ്യത്തിന് പണം പലിശക്കെടുക്കുന്നു, തുടർന്ന് അത് കൃത്യമായിട്ട് അടയ്ക്കുന്നു. ഇതിനിടയിലാണ് വിവിധ ഘട്ടങ്ങളിൽ ഈ പലിശക്കാരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാവുന്നത്. കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പോലും സാധിക്കാത്ത നിലയിലെത്തിയതോടെയാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന ഈ വ്യാപാരി ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പും ഡയറിയിലെ നിരന്തരം ഈ മുസ്തഫ രേഖപ്പെടുത്തിയിരുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കുടുംബം ആരോപിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് 58 ലക്ഷം രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും ഈ പലിശക്കാരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി തുറന്നു. ജീവിക്കാൻ വയ്യാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട നിലയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ നിരന്തരമായിട്ട് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. മുസ്തഫയുടെ മകനടക്കം ഈ പലിശക്കാരുടെ ഭാഗത്ത് നിന്ന് അക്രമം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. രാഖി.